പാലക്കാട് കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കത്തിനിടെ CI2 തൊഴിലാളികൾ മർദ്ദിച്ചതായി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് കടയുടമ ജയപ്രകാശ്. 3 കെട്ട് കമ്പി ഒരു വണ്ടിയിൽ കയറ്റുമ്പോഴാണ് തൊഴിലാളികൾ എത്തിയതെന്നും ഉടമ ജയപ്രകാശ് പറയുന്നു. CI2 തൊഴിലാളികൾ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യവും കടയുടമ പുറത്തുവിട്ടു. ക്ഷേമ ബോർഡിന്റെ ഓഫീസിൽ വെച്ച് അനുരഞ്ജന ചർച്ച ഉണ്ടായിരുന്നു. അത് DLOയും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ കയറ്റിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കയറ്റിറക്ക് 26A ചട്ടമനുസരിച്ച് തൊഴിലാളി മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ക്ഷേമ ബോർഡിൻ്റെ തീരുമാനം. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, അവരാ പറഞ്ഞതുപോലെ അങ്ങനെ പറയുക മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ചെറിയ സൂചന കണ്ടിരുന്നു. ഇപ്പോൾ അതും നഷ്ടമാകുന്ന അവസ്ഥയാണോ ഉള്ളത് അവിടെ? ലക്ഷ്മി, ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കടയിൽ നിന്നും സ്റ്റീൽ കമ്പി വാഹനത്തിൽ കയറ്റുന്നത് വാങ്ങാൻ വന്ന ആളുടെ വാഹനത്തിൽ കയറ്റുമ്പോഴാണ് ഇങ്ങനെയൊരു തർക്കമുണ്ടാകുന്നതും ജയപ്രകാശിനെ മർദ്ദിച്ചു എന്നുള്ള പരാതി ഉയരുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പക്ഷേ ആ കടയിലേക്ക് ലോഡുമായി വന്ന സമയത്ത് CI2 തൊഴിലാളികൾ ആരും തന്നെ ഇത് തടയാനോ ഒന്നും തന്നെ ശ്രമിച്ചിരുന്നില്ല. അതിന് കാരണമായി നിന്നത് ഇന്നലെ അതിനു മുമ്പ് നടന്ന ചർച്ചയിൽ ലേബർ ഓഫീസറുമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലേബർ കാർഡ് ആളുകൾ ജോലി എടുക്കുന്നതിന് തങ്ങൾക്ക് വിരോധമില്ല എന്നുള്ളതായിരുന്നു. ഇന്നലെ ലോഡ് ഇറക്കിയ സമയത്ത് ആ സ്ഥാപനത്തിന് തന്നെ ആ കടയിലെ തന്നെ ലേബർ കാർഡുള്ള 2 പേരാണ് ഇറക്കിയത്. പക്ഷെ ഇന്ന് കമ്പി കയറ്റി കൊടുത്തത് ലേബർ കാർഡുള്ള ആളല്ല എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. അതാണ് ചോദ്യം ചെയ്തത് എന്നാണ് പറയുന്നത്. മർദ്ദിച്ചിട്ടില്ല എന്നതാണ് CI2വിന്റെ വിശദീകരണം. പക്ഷേ ജയപ്രകാശ് പറയുന്നത് തന്നെ മർദ്ദിച്ചു എന്ന് തന്നെയാണ്. ആ CI2 അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അവർ തമ്മിലുള്ള നമുക്ക് ആ ദൃശ്യങ്ങളിൽ വാക്കേറ്റം കാണാൻ കഴിയുന്നുണ്ട്. 2 പേരും തമ്മിലുള്ള വാക്കേറ്റവും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജയപ്രകാശ്. ഇപ്പോൾ ആ സമരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 2 ആഴ്ചയോളമായി നീണ്ടു നിൽക്കുന്ന ഈ കടയ്ക്ക് മുമ്പിലുള്ള ഈ സമരം അവിടെ തുടരുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് കൂടുതൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അത് സംഘർഷത്തിലേക്ക് കൂടി നയിച്ചേക്കാം. പ്രസാദ് ഉടുമ്പശ്ശേരി, പാലക്കാട് നിന്ന്.